മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവർ ചെയ്തു എന്ന് പറയുന്ന കാര്യം ഞങ്ങളങ്ങ് സമ്മതിച്ചു. ഭൂമി അക്വയർ ചെയ്തിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ പ്രവർത്തനങ്ങൾ നടത്താൻ, നിർമ്മാണം നടത്താൻ ഭൂമി ഏറ്റെടുത്തേ പറ്റൂ. അതിലെന്താ തെറ്റ്? അതൊരു തെറ്റുമില്ല, അനുവദനീയമാണ്. റിസർവ് ബാങ്കിന്റെ മാസ്റ്റർ സർക്കുലർ ഉണ്ട് ഇത് അനുവദിച്ചുകൊണ്ട്. അപ്പം അതുകൊണ്ട് എന്തിന് ഞങ്ങൾ ഹാജരാവണം? ഞങ്ങൾ എന്തിന് ഇതിന് വിശദീകരണം നൽകണം? ഇതിന് മറുപടി പറയാൻ വേണ്ടി ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. 4 മാസത്തെ സമയം അവർക്ക് ഇതിൽ വിശദീകരണം നൽകാൻ വേണ്ടി കോടതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കോടതി വിധി ഞാൻ വായിച്ചിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല വിധി. പക്ഷെ ഈ കോടതിയിൽ, ഹൈക്കോടതിയിൽ നീണ്ട നേളായിട്ട് കേസ് നടക്കുന്നുണ്ട്. എന്ത് സംബന്ധിച്ച്? എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നത്? അതറിയാനുള്ള അവകാശം എനിക്കുണ്ട് എന്നാണ് നിലപാട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് പറയാൻ ഇഡിക്ക് കഴിഞ്ഞില്ല. ഞങ്ങളെ സാക്ഷിയായിട്ട് റിസർവ് ബാങ്കിനെ വിളിച്ചു. റിസർവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകി. അതിലും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഇതാണ് കോടതിയിലെ നില. അങ്ങനെ ഇരിക്കെ ഒരു തീർപ്പുണ്ടാക്കി, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചു, നിങ്ങൾ ഹാജരാവണ്ട, ഇനി ഞങ്ങളുടെ അഡ്ജുഡിക്കേറ്ററുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകണം എന്നും പറഞ്ഞൊരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നീതി ലഭിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ബാക്കി ഇനി കോടതി തന്നെ വിധിക്കട്ടെ എന്താന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഇഡിയോട് പറയാം, നിങ്ങളെ പേടിയില്ല കേട്ടോ. അങ്ങനെ അങ്ങ് വരട്ടാനൊന്നും നോക്കണ്ട. ഇവിടെ ആർക്കും നിങ്ങളെ പേടിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇനി കാര്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ച് ഫൈനൽ തീർപ്പ് തരട്ടെ. എന്താണ് തെറ്റ്? റിസർവ് ബാങ്ക് അനുവദിച്ച കാര്യം ചെയ്താൽ എന്താ തെറ്റ്? അതുകൊണ്ട് ഒരു അടിസ്ഥാനമില്ലാതെ യഥാർത്ഥം എന്താണെന്നറിയാമോ? 1 ലക്ഷം കോടി രൂപയുടെ പരിപാടിയല്ലേ കിഫ്ബി എന്ന് പറയുന്നത്. ഡൽഹിയിലിരിക്കുന്നവരുടെ ചിന്ത 1 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പുണ്ടാവും. അതുകൊണ്ട് അങ്ങ് കിടന്ന് പറഞ്ഞത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തടയാൻ പറ്റുമെന്നുള്ള 5 കൊല്ലം ഈ പണി തുടങ്ങിയിട്ട് ഒരു പൈസയുടെ അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. ഇതിലെ CEO കിഫ്ബിക്ക് വേണ്ടി സമർപ്പിച്ച റിട്ടിലാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയോ ഞാനോ ഇതിന് ചെയ്തിട്ടില്ല. പക്ഷേ CEO സമർപ്പിച്ചു. ഇത് നിരർത്ഥകരമായിട്ടുള്ള ചാർജ് ഷീറ്റാണ്. അപ്പം അതിന് കോടതി സ്റ്റേ ചെയ്തു. ഫർദർ നടപടിയില്ല. അതുകൊണ്ട് അഡ്ജുഡിക്കേറ്റർക്ക് ഞങ്ങളിപ്പം മറുപടി നൽകണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.